ഞാൻ ചിരിക്കാനും ജോഹാൻ കരയാനും ഉള്ളതിന്റെ കാരണം എന്തെന്ന് അറിയണ്ടേ? ഇന്ന് ജോഹാന്റെ വാക്സിനേഷൻ ഡേ ആണ്. നമ്മൾ ജോഹാനോട് കറങ്ങാൻ പോവാന്നും പറഞ്ഞ് അങ്ങ് റെഡിയാക്കി. പുള്ളിക്കാരൻ അത് വിശ്വസിച്ചു. ഇത് കണ്ടില്ല എല്ലാവരോടും ടാറ്റ പറയണേ. അവന് ഭയങ്കര സന്തോഷം. അവന്റെ വിചാരം കറങ്ങാൻ പോവാന്നാ. അവിടെ തുള്ളിച്ചാടുന്നു, റോഡിലോട്ട് ഇറക്കിയപ്പോ ഇത് റോഡിലോട്ട് ഓടിപ്പോകുന്നു. എന്തായാലും ജോഹാന് പുറത്തോട്ട് പോകണമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷാ. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. പോകുമ്പോഴെന്താ ജോഹാന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പുറകെ വരുന്നവരോട് എല്ലാവരോടും ഹായ് ബായ് പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. പാവം ആരും അവനെ ശ്രദ്ധിക്കാനുള്ള. അപ്പോഴാണ് ഒരു ചേട്ടൻ ജോഹാനോട് ബായ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചേ. ജോഹാനും തിരിച്ചു ബായ് പറയുന്നുണ്ടായിരുന്നു. ജോഹാൻ ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാരും വിളിച്ച് ചിരിക്കും, വിളിച്ച് ഹായ് പറയും, വിളിച്ച് ബായ് പറയും. ഇത് കണ്ടില്ലേ ഇപ്പോഴും ബായ് പറയണേ. ബൈ, ടാറ്റാ, സി യു. പിന്നെന്താ ആ ചേട്ടന് മുന്നിലോട്ട് പോയി. ജോഹാൻ അടുത്ത ആളെ തപ്പിക്കൊണ്ടിരിക്കുക. അവൻ തപ്പുന്നതിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി. ജോഹാൻ അപ്പോഴും അറിയില്ലല്ലോ വാക്സിനേഷനാണ് പോണേന്ന്. നമ്മൾ രാവിലെ 9:30 എത്തി. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടോക്കൻ നമ്മുടെ ആയിരിക്കുമെന്ന്. പക്ഷെ നമ്മുടെ മുന്നേ എന്തോരം പേരൻസാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോയി. രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴല്ലേ അറിഞ്ഞ് നമ്മുടെ OP ടിക്കറ്റ് തന്നെ 37 ആണെന്ന്. ഞാൻ നോക്കിയപ്പോ ഇനിയും 12ാമത്തെ OP ടിക്കറ്റേ ആയിട്ടുള്ളൂ. ജോഹാനാണെങ്കിൽ അപ്പോഴേ ബോറടിക്കാൻ തുടങ്ങി. ജോഹാൻ ഇരിക്കുന്നേ ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്തോ. പിന്നെ ജോഹാൻ അവിടെ കളിക്കാൻ തുടങ്ങി. ജോഹാന്റെ പുറകെ ഞാൻ ഓടാൻ തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ഞാൻ 8-9 പ്രാവശ്യം ഓടിയിട്ടുണ്ടാവും. എത്ര പ്രാവശ്യമാണെന്നറിയോ. പിന്നെ അവിടെ വെയിറ്റ് നോക്കാൻ പറഞ്ഞു. വെയിറ്റ് നോക്കാൻ പറയുമ്പോഴല്ലേ അടുത്ത തലവേദന. അവിടെ നിൽക്കുന്നില്ലാന്നേ. ആ വെയിറ്റ് മെഷീൻ എടുക്കുക, എടുത്ത് അടിക്കുക, അതിന്റെ മുകളിൽ ഡാൻസ് കളിക്കുക. എന്റെ പൊന്നുമണി, അത് ഡാൻസ് കളിക്കുന്ന സാധനമല്ല. പറഞ്ഞിട്ടവൻ മനസ്സിലാക്കണ്ടേ. മനസ്സിലാകണ പ്രായമല്ലല്ലോ. കുഞ്ഞിനും പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അവിടെ ഇരിക്കണില്ല. ആ കതക് തുറന്ന് വാക്സിനേഷൻ ചെയ്യണ സ്ഥലത്തോട്ട് ഓടി പോണെയാണ്. എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റൂല ഗൈസ്. ബാക്കി എല്ലാ പിള്ളേരും സൂപ്പറായിട്ട് സൈലന്റ് ആയിട്ട് അവരുടെ അമ്മമാർ പറയുന്ന പോലെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ജോഹാൻ എന്റെ പോലെയല്ലേ വരുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ. എന്റെ അമ്മയും പറയാറുണ്ട് നീ ചെറുപ്പത്തിൽ കുരുത്തക്കേടിന്റെ ഭാഷാനാണെന്ന്. അങ്ങനെ ജോഹാന് വാക്സിനേഷൻ എടുക്കാൻ വിളി വന്നു. വിളി വന്നപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് വന്നു. അതാണ് ജോഹാൻ കറിയണേ. വാക്സിനേഷൻ എടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ഞാൻ പാട്ടുപോയി പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.